ഗൾഫ് ഫോക്കസിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ഇനി പുണ്യനാളുകൾ. അൽ മുക്താദിർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പുണ്യങ്ങളുടെ പൂക്കാലം സമർപ്പിക്കുന്നത് എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുക്താദിർ ജ്വല്ലേഴ്സ്. റമദാനിലെ ആദ്യ നോമ്പ് ദിനം പൂർത്തിയായി. ജമാഅത്ത് നമസ്കാരങ്ങൾക്ക് വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ആദ്യ ദിനത്തിലെ ഊർജ്ജവുമായി രണ്ടാം നോമ്പിന് ഒരുങ്ങുകയാണ് വിശ്വാസികൾ. എട്ട് മണിക്കുള്ള ഭക്ഷണമില്ല, 1 മണിൻ്റെ ഭക്ഷണമില്ല. അപ്പം മൊത്തത്തിൽ ശരീരം തണുപ്പ. ഈ നോമ്പിനൊരു പ്രത്യേകത അതാണ്. മനസ്സിലായില്ല? ചൂട് പുറത്തുണ്ടാവും, പക്ഷെ ഉള്ളിൽ ഭക്ഷണത്തണം. കടുത്ത ചൂടൊന്നും വിശ്വാസികളെ ബാധിച്ചില്ല. വ്രതത്തിനൊപ്പം ഖുർആൻ പാരായണവും പ്രാർത്ഥനകളുമായി വീടുകളും പള്ളികളും സജീവം. നോമ്പ് തുറക്കാൻ പള്ളികളിൽ പ്രത്യേക സജ്ജീകരണങ്ങൾ ഉള്ളത് യാത്രക്കാർക്കും അനുഗ്രഹം. അതിഥി തൊഴിലാളികൾ ഉൾപ്പെടെ നിരവധി പേരാണ് പള്ളികളിൽ നോമ്പ് തുറക്കാൻ എത്തുന്നത്. नवाफिल की तरफ भी हमें ध्यान देने की कोशिश करनी चाहिए. अल्लाह तबारक व तआला हमें ज़्यादा से ज़्यादा अमल करने की तौफीक अता फरमाए. പൊതുവെ ഒഴിഞ്ഞുകിടക്കുന്ന പള്ളികൾ റമദാനിൽ വിശ്വാസികളാൽ നിറയുകയാണ്. ജമാഅത്ത് നമസ്കാരങ്ങൾക്ക് വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. റമദാന്റെ ഭാഗമായുള്ള പ്രഭാഷണ പരമ്പരകൾക്കും തുടക്കമായിട്ടുണ്ട്. 24 കോഴിക്കോട്. വ്രതാനുഷ്ഠാനങ്ങളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും പുണ്യമാസത്തെ വരവേൽക്കുകയാണ് പ്രവാസി വിശ്വാസികൾ. റമദാൻ ടെന്റുകൾ ഒരുക്കിയും ഇഫ്താറുകൾ സംഘടിപ്പിച്ചും പ്രവാസി സംഘടനകളും സജീവമാണ്. മനസ്സും ശരീരവും പാകപ്പെടുത്തി റമദാനിന്റെ പുണ്യത്തിലലിയാൻ പുണ്യകാലത്തിലേക്ക് വിശ്വാസി കണ്ണും നട്ട് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ദിനങ്ങളേറെയായി. സൽക്കർമ്മങ്ങൾക്ക് വാരിക്കോരി പ്രതിഫലം ലഭിക്കുന്ന റമദാനിൽ ജീവിക്കാൻ അവസരം ലഭിക്കുന്നതിനെ മഹാഭാഗ്യമായി കരുതുന്നവരാണ് വിശ്വാസികൾ. റമദാൻ വന്നടഞ്ഞതോടെ പ്രവാസ ലോകത്തെ നാടും നഗരവുമെല്ലാം സജീവമാകും. പ്രഭാത നമസ്കാര ഭാഗ്യവിളി ഉയരും വരെ പുണ്യദിനം വന്നെത്തിയതിൻ്റെ സന്തോഷത്തിലാണ് ലോകമെങ്ങുമുള്ള വിശ്വാസികൾ. പുണ്യങ്ങളുടെ പൂക്കാലം ഒരിക്കൽ കൂടി വന്നെത്തുമ്പോൾ പ്രാർത്ഥനകൾ കൊണ്ടും സൽക്കർമ്മങ്ങൾ കൊണ്ടും മനസ്സിനെ നവീകരിക്കാനാണ് മതപണ്ഡിതർ വിശ്വാസികളോട് ഉണർത്തുന്നത്. സന്തോഷത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ദിനരാത്രങ്ങളാണ് വിശ്വാസികളിലേക്ക് എത്തിയിരിക്കുന്നതെന്നും സൽക്കർമ്മങ്ങളാൽ ഈ ദിനരാത്രങ്ങളെ ധന്യമാക്കണമെന്നും സമസ്ത കേരള ജമിയത്തുൽ ഉലമ കേന്ദ്ര മുഷാവറ അംഗം അബ്ദുൽ നാസർ അഹ്സനി ഒളവട്ടൂർ പറഞ്ഞു. റജബ് മുതൽ ഷഅബാനിലൂടെ നാം റമദാനിനെ കാത്തിരുന്ന് അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവരാണ്. നമുക്ക് സന്തോഷത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹത്തിൻ്റെ രാത്രികളും പകലുകളുമാണ് നമ്മളുടെ മുമ്പിൽ ഉള്ളത്. നമുക്ക് വളരെയധികം അതിനെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും അതിന് വേണ്ടി കാത്തിരുന്ന നാം അത് നമ്മിൽ നിന്ന് വിട പറയുന്നതിന് മുമ്പ് അതിൻ്റെ എല്ലാ നന്മകളും നേടുകയും ചെയ്യേണ്ടത് നമ്മുടെ അനിവാര്യമായ ബാധ്യതയാണ്. ഏറ്റവും വലിയ പുണ്യങ്ങളുടെ പൂക്കാലമായ ഈ റമദാൻ മാസം നല്ല പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടും നാം റമദാനിൻ്റെ നമ്മുടെ ദിനരാത്രങ്ങളെ ധന്യമാക്കുക. ഇഫ്താറുകൾക്കും വിപുലമായ ഒരുക്കങ്ങളാണ് എങ്ങും നടക്കുന്നത്. മരുഭൂമിയിൽ തുടങ്ങി നഗരത്തിൻ്റെ ഹൃദയത്തിൽ വരെ ഇഫ്താർ ടെൻറ്റുകൾ ഉയർന്നു കഴിഞ്ഞു. അനശ്വര വിജയത്തിലേക്കുള്ള പാതയാണ് വിശ്വാസിക്ക് മുന്നിൽ തുറന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുണ്യം പൂക്കുന്ന ഈ ഒരു മാസക്കാലം ഇനി പ്രാർത്ഥനകളുടെയും അനുഗ്രഹങ്ങളുടേതും മാത്രം. സുബൈറുദ്ദീനൂർ, 24 ദമാം. കുവൈറ്റിലെ ഇന്ത്യൻ അംബാസഡർ ഡോക്ടർ ആദർശ് സ്വൈക്ക സ്വദേശികൾക്കും വിദേശികൾക്കും റമദാൻ ആശംസകൾ നേർന്നു. കുവൈറ്റിലെ മുഴുവൻ ഇന്ത്യൻ സമൂഹത്തോടൊപ്പം കുവൈറ്റ് ഭരണ നേതൃത്വത്തിനും മറ്റ് അഭ്യുദയകാംക്ഷികൾക്കും ആശംസകൾ നേർന്നതായി ഡോക്ടർ ആദർശ് സ്വൈക്ക അറിയിച്ചു. റമദാന്റെ പശ്ചാത്തലത്തിൽ ഖത്തറിലെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ബെനവലന്റ് ഫോറത്തിന്റെ പ്രവർത്തന സമയത്തിൽ മാറ്റം. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും വൈകിട്ട് 7 മുതൽ രാത്രി 9 മണി വരെയുമാകും പ്രവർത്തനം. പാസ്പോർട്ട് റിന്യൂവൽ ഉൾപ്പെടെയുള്ള കോൺസുലാർ സർവീസുകൾ, ICBF ഇൻഷുറൻസ്, ലീഗൽ സെൽ തുടങ്ങിയ സേവനങ്ങൾ ലഭ്യമാകും. ലീഗൽ സെൽ സേവനങ്ങൾക്ക് മുൻകൂർ അപ്പോയിന്റ്മെന്റ് എടുക്കണം. ഭക്ഷണം പാഴാക്കുന്നത് ഒഴിവാക്കാൻ പദ്ധതിയുമായി ദുബായ്. ഷെയ്ഖ് ഹിന്ദ് ബിൻ മക്തൂമിന്റെ നേതൃത്വത്തിലാണ് 5 മില്യൺ ആളുകൾക്ക് ഗുണകരമാവുന്ന പദ്ധതി നടപ്പാക്കുക. സമൂഹ മാധ്യമമായ എക്സിലൂടെയാണ്
UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം പദ്ധതി പ്രഖ്യാപിച്ചത്. മിച്ചം വരുന്ന ഭക്ഷണം പാഴാക്കുന്നത് തടയുക എന്ന ഉദ്ദേശത്തോടെ നടപ്പാക്കുന്ന പദ്ധതിക്ക് ദുബായ് ഭരണാധികാരിയുടെ പത്നി ഷെയ്ഖ ഹിന്ദ് ബിൻ മക്തൂം നേതൃത്വം നൽകും. ഭക്ഷണം പാഴാകുന്നത് തടയുന്നത് കൂടാതെ അധികം വരുന്ന ഭക്ഷണപാനീയങ്ങളുടെ നിലവാരം ഉറപ്പുവരുത്തി അവ ശേഖരിച്ച് രാജ്യത്തിനകത്തും പുറത്തുമുള്ള അർഹരായവർക്കും എത്തിക്കും. ദുബായിലെ 350 ഹോട്ടലുകളും ഭക്ഷ്യവിതരണ സ്ഥാപനങ്ങളുമായും സഹകരിച്ച് എമിറേറ്റ്സ് ഫുഡ് ബാങ്ക് വഴിയാണ് പദ്ധതി നടപ്പാക്കുക. കഴിഞ്ഞ വർഷം റമദാൻ കാലത്ത് 9,80,000 കിലോഗ്രാം ഭക്ഷണമാണ് പാഴാക്കാതെ എമിറേറ്റ്സ് ഫുഡ് ബാങ്ക് അർഹരായവരിലേക്ക് എത്തിച്ചത്. 5 മില്യൺ മീൽസ് പദ്ധതിയുടെ ഗുണഫലം അർഹരായവരിലേക്ക് എത്തിക്കാൻ 5000-ഓളം വോളണ്ടിയർമാരെയും അധികൃതർ സജ്ജരാക്കിയിട്ടുണ്ട്. പുണ്യമാസത്തിന്റെ നന്മ ഉൾക്കൊണ്ട് UAE ഭരണാധികാരികളും രാജകുടുംബാംഗങ്ങളും നിരവധി പദ്ധതികളാണ് ഇത്തരത്തിൽ നടപ്പാക്കാറുള്ളത്. 24 ദുബായ്. ഗസയ്ക്ക് സഹായം തുടർന്ന UAE മരുന്നും അവശ്യ ഭക്ഷ്യവസ്തുക്കളും ഉൾപ്പെടെ 42 ടൺ സഹായം ആകാശമാർഗം എത്തിച്ചു. 4500-ലധികം ടൺ സഹായ വസ്തുക്കളുമായി UAEയുടെ കപ്പൽ 2 ദിവസത്തിനകം പുറപ്പെടും. UAE പ്രസിഡന്റ് പ്രഖ്യാപിച്ച ഗാലന്റ് നൈറ്റ് 3 എന്ന പദ്ധതിയുടെ ഭാഗമായാണ് സഹായം. യുദ്ധത്തിൽ ദുരിതമനുഭവിക്കുന്ന പലസ്തീൻ ജനതയ്ക്ക് UAEയുടെ കൈത്താങ്ങ് തുടരുകയാണ്. UAE പ്രസിഡന്റ് ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ പ്രഖ്യാപിച്ച ഗാലന്റ് നൈറ്റ് 3 എന്ന മാനുഷിക സഹായ സംരംഭം വഴിയാണ് UAE സഹായം തുടരുന്നത്. ഏറ്റവും ഒടുവിൽ ഈജിപ്ത് വ്യോമസേനയുമായി ചേർന്ന് നന്മയുടെ പറവകൾ എന്ന പദ്ധതിയിലൂടെ 42 ടൺ സഹായമാണ് UAE ആകാശമാർഗം ഗസ മുനമ്പിൽ എത്തിച്ചത്. മരുന്നും അവശ്യ ഭക്ഷ്യവസ്തുക്കളും ഉൾപ്പെടെയാണ് ഇത്തരത്തിൽ എത്തിച്ചത്. ഈ മാസം ഇതുവരെ 353 ടണ്ണിന്റെ സഹായങ്ങളാണ് ഇരു രാജ്യങ്ങളും ചേർന്ന് പ്രത്യേക വ്യോമപാത വഴി ഗസയിൽ എത്തിച്ചത്. അതോടൊപ്പം സഹായ വസ്തുക്കളടങ്ങിയ അടുത്ത കപ്പൽ ഉടൻ UAEയിൽ നിന്ന് പുറപ്പെടും. സഹായ വസ്തുക്കളുമായുള്ള 3ാമത്തെ കപ്പലാണ് ഇത്. ഈജിപ്തിലെ അൽ അരിഷിൽ എത്തിച്ച് അവിടെ നിന്നാണ് ഈ സഹായ വസ്തുക്കൾ ഗാസയിൽ എത്തിക്കുക. എമിറേറ്റ്സ് റെഡ് ക്രസന്റിന്റെ പ്രവർത്തകർ വഴി കൃത്യമായ പദ്ധതി തയ്യാറാക്കിയാണ് കപ്പലിലെ വസ്തുക്കൾ ഗാസയിലെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. നിലവിൽ ഗസയിലെ ഭക്ഷ്യക്ഷാമം ലഘൂകരിക്കുന്നതിനായി റെഡ് ക്രസന്റിന്റെ മേൽനോട്ടത്തിൽ 11 ചാരിറ്റി കിച്ചണും 5 ഓട്ടോമാറ്റിക് ബേക്കറികളും പ്രവർത്തിക്കുന്നുണ്ട്. കൂടാതെ ഗാസയിൽ ഒരു ഫീൽഡ് ആശുപത്രിയും UAE സജ്ജീകരിച്ചിട്ടുണ്ട്. 24 ദുബായ്. മലയാള മിഷന്റെ ഭാഷാ മയൂരം അവാർഡ് ജേതാവും മലയാള മിഷൻ ആഫ്രിക്ക റീജിയണൽ കോർഡിനേറ്ററുമായ ഹരീഷ് നായരെ ആദരിച്ചു. ബെനിൻ നാഷണൽ കൗൺസിലിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. വേൾഡ് മലയാളി ഫെഡറേഷൻ ഡയറക്ടർ ബോർഡ് അംഗം കൂടിയാണ് ഹരീഷ് നായർ. കേരള സർക്കാർ മലയാളം മിഷൻ ഏർപ്പെടുത്തിയ ഭാഷാ മയൂരം അവാർഡ് ജേതാവ് മലയാളം മിഷൻ ആഫ്രിക്ക റീജിയൻ കോർഡിനേറ്ററും വേൾഡ് മലയാളി ഫെഡറേഷൻ ഡയറക്ടർ ബോർഡ് അംഗവുമായ ഹരീഷ് നായരെ WMF ബെനിൻ നാഷണൽ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. ആഫ്രിക്കയിലെ വിവിധ രാജ്യങ്ങളിൽ മലയാളം മിഷന്റെ ഭാഷാ പഠന ക്ലാസുകൾ ആരംഭിക്കുകയും മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്തതിനായിരുന്നു അവാർഡ്. മലയാളം മിഷന്റെ നേതൃത്വത്തിൽ ആഫ്രിക്കയിൽ നടന്നുവരുന്ന വിവിധ പ്രവർത്തനങ്ങളെപ്പറ്റി അദ്ദേഹം 24-നോട് പറഞ്ഞു. കേരള സർക്കാർ മലയാളം മിഷന്റെ പ്രവർത്തനങ്ങൾ ആഫ്രിക്കയിലെ 12 രാജ്യങ്ങളിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഒരുപാട് പരിമിതികളുള്ളിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഒരുപിടി നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിച്ചു എന്നതിൽ വളരെ അധികം സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. 12 രാജ്യങ്ങളിലായി മലയാളികളും മലയാളികളല്ലാത്തതുമായ 110ഓളം വിദ്യാർത്ഥികൾ മലയാളം പഠിക്കുന്നുണ്ട്. അവരെ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടി 20ഓളം അധ്യാപകർ സന്നദ്ധ സേവനം ചെയ്യുന്നു. വരുന്ന വർഷങ്ങളിൽ കൂടുതൽ രാജ്യങ്ങളിലേക്ക് മിഷൻ്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കാനുള്ള പദ്ധതികൾ നടന്നു വരുന്നു. മലയാളം മിഷൻ ആവിഷ്കരിക്കുന്ന പാഠ്യേതര പ്രവർത്തനങ്ങളെല്ലാം തന്നെ ആഫ്രിക്ക റീജിയനിലെ പാർട്ടിസിപ്പേഷൻ ഉണ്ടായിട്ടുണ്ട്. മലയാളം മിഷൻ്റെ ഭാഷ അധ്യാപകരോടും സർവോപരി വിദ്യാർത്ഥികളോടും അവരുടെ രക്ഷകർത്താക്കളോടും എല്ലാവരോടും നന്ദി 24 ന്യൂസ് വഴി ഈ അവസരത്തിൽ അറിയിക്കുന്നു. ബ്ലസ്സൻ ചെറുവക്കൽ, 24 ആഫ്രിക്ക. പാമ്പിനെ ഉൾപ്പെടെ കടത്താൻ ശ്രമിച്ചയാൾ ദുബായ് വിമാനത്താവളത്തിൽ പിടിയിൽ. കുരങ്ങിന്റെ കൈ, ചത്ത പക്ഷി, പഞ്ഞിയിൽ പൊതിഞ്ഞ മുട്ട എന്നിവ പിടിച്ചെടുത്തു. മന്ത്രവാദത്തിനായി കടത്തിയതെന്നാണ് വിവരം. പിടിച്ചെടുത്ത വസ്തുക്കൾ കൂടുതൽ പരിശോധനകൾക്കായി ഇസ്ലാമിക് അഫയേഴ്സ് ആൻഡ് ചാരിറ്റബിൾ ആക്ടിവിറ്റീസ് വകുപ്പിന് കൈമാറി. ഭിക്ഷാടനത്തിനെതിരെ ശക്തമായ നടപടികൾ ആരംഭിച്ച് കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം. പരാതികൾ അറിയിക്കാൻ ഹോട്ട്ലൈൻ സംവിധാനം ആരംഭിച്ചു. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ എമർജൻസി നമ്പറായ 112-ലും വിവരങ്ങൾ അറിയിക്കാമെന്ന് മന്ത്രാലയ പൊതുസമ്പർക്ക വിഭാഗം അറിയിച്ചു. പൗരത്വ നിയമത്തിനെതിരെ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ രാജ്യവ്യാപക പ്രതിഷേധം. ഡൽഹി സർവകലാശാലയിൽ പ്രതിഷേധിച്ച മലയാളികൾ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പൗരത്വത്തെ മതവുമായി ബന്ധിപ്പിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമെന്ന് CPIM പോളിറ്റ് ബ്യൂറോ കുറ്റപ്പെടുത്തി. രാജ്യതാൽപര്യം മുൻനിർത്തിയാണ് തീരുമാനമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്നും ആവർത്തിച്ചു.
2019 സമാനമായ പ്രതിഷേധമാണ് രാജ്യവ്യാപകമായി രൂപപ്പെടുന്നത്. വിദ്യാർത്ഥി യുവജന സംഘടനകൾ തെരുവിലിറങ്ങി. MSF, SIO, ഐസ തുടങ്ങി വിവിധ വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിൽ ഡൽഹി സർവകലാശാലയിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചു. മലയാളികൾ ഉൾപ്പെടെ 150ഓളം വിദ്യാർത്ഥികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ക്യാമ്പസിനുള്ളിൽ കയറിയാണ് പോലീസ് നടപടി. പീസ്ഫുൾ പ്രൊട്ടസ്റ്റിന് പോലും സമ്മതിക്കുന്നില്ല. എന്ത് അവകാശമാണ് ഈ ചെരുപ്പലാക്കികൾക്ക് നമ്മുടെ സിറ്റിസൺസിനെ ചോദ്യം ചെയ്യാൻ? ഇതിന്റെ അവസാനം വരെ നിർത്തലാക്കുന്നത് തുടർന്നുകൊണ്ട് തന്നെയായിരിക്കും. ചെന്നൈ ചെപ്പോക്ക് പ്രസിഡൻസി കോളേജിൽ SFIയുടെ നേതൃത്വത്തിലായിരുന്നു വിദ്യാർത്ഥി പ്രതിഷേധം. വിവിധ യുവജന സംഘടനകളും പ്രതിഷേധവുമായി രംഗത്തുണ്ട്. അസമിൽ വിദ്യാർത്ഥി സംഘടനകൾ CAA വിജ്ഞാപനം കത്തിച്ചു. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ നിരോധനാജ്ഞ തുടരുകയാണ്. അതിനിടെ പൗരത്വ നിയമത്തെ ന്യായീകരിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രതിഷേധങ്ങൾക്കെതിരെ രംഗത്തെത്തി. അഭയാർത്ഥികളോടുള്ള ഇഷ്ടമല്ല പ്രതിഷേധങ്ങൾക്ക് പിന്നിലെന്നാണ് വിമർശനം. कांग्रेस पार्टी CAA का विरोध करती थी. आजादी के वक्त से कांग्रेस पार्टी और हमारे संविधान निर्माताओं का वादा था कि बांग्लादेश, अफगानिस्तान और पाकिस्तान से जो शरणार्थी आएंगे, जो वहां की प्रताड़ना झेल कर आएंगे, उसको हम നാഗരികത देंगे. പൗരത്വ നിയമത്തെ എതിർക്കുന്ന സംസ്ഥാനങ്ങളുടെ അധികാരത്തെ കവർന്നെടുക്കുന്നതാണ് കേന്ദ്രത്തിന്റെ ചട്ടമെന്നും വിജ്ഞാപനമിറക്കിയ സമയം സംശയാസ്പദമെന്നും CPIM പോളിറ്റ് ബ്യൂറോ വിമർശിച്ചു. 24 ഡൽഹി. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ വീണ്ടും സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങിയ സംസ്ഥാന സർക്കാർ നിലവിൽ കോടതിയിലുള്ള ഹർജി പരാമർശിക്കണമോ പുതിയ ഹർജി നൽകണമോ എന്ന കാര്യത്തിൽ നിയമോപദേശത്തിനു ശേഷം തീരുമാനമെടുക്കും. കേന്ദ്ര നീക്കത്തിനെതിരെ മുസ്ലിം ലീഗും കോടതിയെ സമീപിച്ചിട്ടുണ്ട്. പൗരത്വ നിയമ ഭേദഗതിയെ UDFും കോൺഗ്രസും മുന്നിൽ നിന്ന് ചെറുക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. പൗരത്വ നിയമം പാർലമെന്റ് പാസാക്കിയതിന് പിന്നാലെ ആദ്യ പിണറായി സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. തുല്യത ഉറപ്പുവരുത്തുന്ന ഭരണഘടനയുടെ അനുച്ഛേദം 14ന്റെ നഗ്നമായ ലംഘനമാണ് പൗരത്വ നിയമമെന്നായിരുന്നു സർക്കാരിന്റെ പ്രധാന വാദം. ഈ ഹർജി വീണ്ടും മെൻഷൻ ചെയ്യണമോ അതോ പുതിയ ഹർജി നൽകണമോ എന്ന കാര്യത്തിൽ നിയമവശങ്ങൾ പരിശോധിക്കുകയാണ് സർക്കാർ. ഇതിന്റെ അടിസ്ഥാനത്തിൽ വേഗത്തിൽ തന്നെ കോടതിയെ സമീപിക്കും. ജനങ്ങളെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വേർതിരിക്കുന്ന ഒന്നും സംസ്ഥാനത്ത് അനുവദിക്കില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. നടപ്പിലാക്കാതിരിക്കുന്ന നിലപാട് സ്വീകരിക്കും. എന്നിട്ട് നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള സമ്മർദ്ദം എങ്ങനെ വരും നമുക്ക് നോക്കാം, അന്നേരം നോക്കാം. ജനങ്ങളാണ് ഇതിൻ്റെ എല്ലാം ഗ്യാരണ്ടി, അല്ലാണ്ട് ഏതെങ്കിലും ഒരു നിയമത്തിന്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള വിശദീകരണമല്ല. കേരളത്തിലെ ജനങ്ങളിൽ മഹാഭൂരിപക്ഷവും ഈ നിയമം നടപ്പിലാക്കുന്നതിനെതിരാണ്. വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന് ആത്മാർത്ഥതയില്ലെന്ന് കുറ്റപ്പെടുത്തിയ പ്രതിപക്ഷ നേതാവ് പ്രതിഷേധിച്ചവരോട് ശത്രുക്കളെ പോലെയാണ് സംസ്ഥാന സർക്കാർ പെരുമാറിയതെന്നും വിമർശിച്ചു. CAAക്കെതിരായി സമരം ചെയ്ത ആളുകൾക്കെതിരായി കേസുകൾ പിൻവലിക്കുമെന്ന് ഉറപ്പ് കൊടുത്തിട്ട് പോലും 5 കൊല്ലമായി 835 കേസുകളിൽ 69 കേസുകൾ മാത്രമാണ്. 5 കൊല്ലമായിട്ട് ഈ കേസുകൾ പിൻവലിക്കാനുള്ള ചെറുവിരൽ പോലും ഇവരനക്കിയില്ല. കേരളത്തിലും നിയമം നടപ്പാക്കുമെന്ന് BJP അധ്യക്ഷൻ K സുരേന്ദ്രൻ. മതത്തിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്ന, ആട്ടിയോടിക്കപ്പെടുന്ന ആളുകൾക്ക് ആർക്കെങ്കിലും ഈ രാജ്യത്ത് പൗരത്വം സ്വീകരിക്കണമെങ്കിൽ അതിനുള്ള അവകാശമാണ്, അല്ലാതെ നിലവിലുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് വേണ്ടിയുള്ള ഒരു നിയമമല്ല ഇത്. നിയമം സംസ്ഥാനങ്ങൾ നടപ്പാക്കില്ല എന്നത് ആശ്വാസകരമാണെന്നും യോജിച്ചുള്ള സമരം വേണമോ എന്നത് ആലോചിച്ച് തീരുമാനിക്കുമെന്നും PK കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. വിജ്ഞാപനം പിൻവലിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും ആവശ്യപ്പെട്ടു. സുപ്രീം കോടതിയിൽ നിലവിലുള്ള കേസിൽ CPI കക്ഷി ചേരുമെന്ന് ബിനോയ് വിശ്വം പ്രതികരിച്ചു. അതേസമയം സംസ്ഥാനത്തിന്റെ മിക്ക ഭാഗങ്ങളിലും പ്രതിഷേധം ശക്തമാവുകയാണ്. രാജ്ഭവനിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷമുണ്ടായി. തിരുവനന്തപുരം. സുപ്രീം കോടതി നിലപാട് ഘടിപ്പിച്ചതോടെ ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ SBI തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറി. വൈകിട്ട് 5:30യോടെയാണ് വിവരങ്ങൾ കൈമാറുന്ന നടപടിക്രമങ്ങൾ പൂർത്തിയായത്. അതിനിടെ സുപ്രീം കോടതി വിധിക്കെതിരെ അസാധാരണ നീക്കവുമായി ബാർ അസോസിയേഷൻ രംഗത്തെത്തി. വിധി പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് രാഷ്ട്രപതിക്ക് കത്തയച്ചു. സുപ്രീം കോടതി അനുവദിച്ച സമയപരിധി അവസാനിക്കുന്നതിന് തൊട്ടു മുൻപാണ് SBI വിവരങ്ങൾ കൈമാറിയത്. സുപ്രീം കോടതി ഇന്നലെ നിലപാട് കടുപ്പിച്ചതോടെ ആരംഭിച്ച നടപടിക്രമങ്ങൾ വൈകിട്ട് 5:30യോടെ പൂർത്തിയായി. SBI നൽകിയ വിവരങ്ങൾ ഈ മാസം 15-ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. വേണ്ടത്ര വിവരങ്ങൾ SBIയുടെ കൈവശമുണ്ടെന്ന് നിരീക്ഷിച്ചുകൊണ്ടായിരുന്നു ഇന്നലെ സുപ്രീം കോടതിയുടെ 5-അംഗ ബെഞ്ചിന്റെ നടപടി. വിവരങ്ങൾ ക്രോഡീകരിക്കുന്നതിലെ സങ്കീർണത SBI ചൂണ്ടിക്കാട്ടിയെങ്കിലും കോടതി വഴങ്ങിയില്ല. 2019 ഏപ്രിൽ 19 മുതൽ
രാഷ്ട്രീയ പാർട്ടികൾക്ക് കടപ്പത്രം വഴി ലഭിച്ച സംഭാവനയുടെ വിവരങ്ങൾ മാർച്ച് 6 മുൻപ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകാനായിരുന്നു സുപ്രീംകോടതി ഉത്തരവ്. സാവകാശം തേടിയ SBI ഇതുവരെ എന്തു ചെയ്തെന്ന് തുറന്നടിച്ച ചീഫ് ജസ്റ്റിസ് കടുത്ത വിമർശനങ്ങളും ഉയർത്തി. അതിനിടെ വിഷയത്തിൽ അസാധാരണ നീക്കവുമായി സുപ്രീംകോടതി ബാർ അസോസിയേഷൻ രംഗത്തെത്തി. വിധി പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് ബാർ അസോസിയേഷൻ അധ്യക്ഷൻ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് കത്തെഴുതി. പരിശോധന നടത്താതെ ഉത്തരവ് നടപ്പാക്കരുതെന്നാണ് കത്തിലെ ആവശ്യം. 24 ഡൽഹി. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസിന്റെ രണ്ടാംഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. മുൻ മുഖ്യമന്ത്രിമാരായ കമൽനാഥ്, അശോക് ഗെഹ്ലോട്ട് എന്നിവരുടെ മക്കൾ സ്ഥാനാർത്ഥി പട്ടികയിലുണ്ട്. BJPയുടെ രണ്ടാംഘട്ട പട്ടിക ഉടൻ പ്രഖ്യാപിക്കും. രാജസ്ഥാനിൽ കോൺഗ്രസ് CPIM സീറ്റ് വിഭജനം ധാരണയിലെത്തി. മധ്യപ്രദേശ്, രാജസ്ഥാൻ, അസം, ഉത്തരാഖണ്ഡ്, ഗുജറാത്ത് സംസ്ഥാനങ്ങളിലെ 43 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് രണ്ടാം ഘട്ടത്തിൽ കോൺഗ്രസ് പ്രഖ്യാപിച്ചത്. കമൽനാഥ്, അശോക് ഗെഹ്ലോട്ട് എന്നിവർ വിട്ടുനിന്നപ്പോൾ ചിന്ദ്വാഡ മണ്ഡലം വീണ്ടും കമൽനാഥിന്റെ മകൻ നകുൽനാഥിന് നൽകി. അശോക് ഗെഹ്ലോട്ടിന്റെ മകൻ വൈഭവ് ഗെഹ്ലോട്ട് രാജസ്ഥാനിലെ ജലോറ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കും. 2019 ജോധ്പൂരിൽ നിന്ന് മത്സരിച്ച വൈഭവ് BJPയുടെ ഗജേന്ദ്ര സിംഗ് ഷെഖാവത്തിനോട് പരാജയപ്പെട്ടിരുന്നു. BJPയിൽ നിന്ന് കോൺഗ്രസിലെത്തിയ രാഹുൽ കസ്വാൻ സിറ്റിംഗ് സീറ്റായ ചുരുവിൽ മത്സരിക്കും. അസമിൽ BJPയുടെ സിറ്റിംഗ് സീറ്റായ ജോർഹട്ടിലാണ് ഗൗരവ് ഗൊഗോയ് ഇക്കുറി മത്സരിക്കുക. ദിഗ്വിജയ് സിംഗ്, ഹരീഷ് റാവത്ത്, സച്ചിൻ പൈലറ്റ് എന്നിവർക്ക് ടിക്കറ്റില്ല. മുൻ മുഖ്യമന്ത്രിമാരെയും മുതിർന്ന നേതാക്കളെയും രംഗത്തിറക്കാനായിരുന്നു ഹൈക്കമാൻഡിന്റെ നേരത്തെയുള്ള തീരുമാനം. രണ്ടാം ഘട്ട പട്ടികയിൽ ജനറൽ വിഭാഗത്തിൽ നിന്ന് 10ഉം SC, ST, OBC വിഭാഗത്തിൽ നിന്ന് 33 പേരും ഇടം പിടിച്ചു. അടുത്ത കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ഈ മാസം 15 ചേരും. BJPയും രണ്ടാം ഘട്ട സസ്പെൻസ് സ്ഥാനാർത്ഥി പട്ടിക വൈകാതെ പ്രഖ്യാപിക്കും. രാജസ്ഥാനിലെ സീറ്റ് വിഭജനത്തിൽ ഇന്ത്യ സഖ്യം ധാരണയിലെത്തി. CPIM, ഭാരത് ആദിവാസി പാർട്ടി, ഹനുമാൻ ബനിവാളിന്റെ രാഷ്ട്രീയ ലോക് താന്ത്രിക് പാർട്ടി എന്നിവർ ഓരോ സീറ്റിലുമാണ് മത്സരിക്കുക. 24 ഡൽഹി. തമിഴ്നാട്ടിൽ CPIM മത്സരിക്കുന്ന മണ്ഡലങ്ങൾ പ്രഖ്യാപിച്ചു. കഴിഞ്ഞ തവണ മത്സരിച്ച് കോയമ്പത്തൂർ തവണ DMK ഏറ്റെടുക്കും. പകരം ദിണ്ടുഗൽ മണ്ഡലമാണ് നൽകിയത്. അതിനിടെ കഴിഞ്ഞ ദിവസം NDA സഖ്യത്തിലെത്തിയ ശരത് കുമാറിന്റെ സമത്വ മക്കൾ കക്ഷി BJPയിൽ ലയിച്ചു. CPIMന് കോയമ്പത്തൂർ മണ്ഡലം നൽകുന്നത് സംബന്ധിച്ച നേരത്തെ ചില ആശയക്കുഴപ്പങ്ങൾ നിലനിന്നിരുന്നു. കമൽഹാസന്റെ മക്കൾ നീതി മയ്യം DMK സഖ്യത്തിലെത്തുമ്പോൾ അവർക്ക് കോയമ്പത്തൂർ നൽകുമെന്നായിരുന്നു ആദ്യ സൂചനകൾ. എന്നാൽ രാജ്യസഭാ സീറ്റ് നൽകുമെന്ന ധാരണയിൽ MNM സഖ്യത്തിലെത്തി. ഇതോടെ CPIM രണ്ടാം തവണയും കോയമ്പത്തൂരിൽ നിന്ന് മത്സരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരുന്നു. എന്നാൽ BJP സംസ്ഥാന അധ്യക്ഷൻ K. അണ്ണാമലയുടെ പേര് കോയമ്പത്തൂരിൽ ഉയർന്നു വന്നതോടെയാണ് CPIMൽ നിന്ന് മണ്ഡലം DMK ഏറ്റെടുത്തതെന്നാണ് സൂചന. കഴിഞ്ഞ തവണ മത്സരിച്ച മധുരയിൽ ഇക്കുറിയും CPIM സ്ഥാനാർത്ഥി തന്നെ നിൽക്കും. സീറ്റ് വിഭജനം പൂർത്തിയാക്കിയ DMK സഖ്യം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സജീവമായി കഴിഞ്ഞു. 21 സീറ്റുകളിലാണ് ഇത്തവണ DMK മത്സരിക്കുക. പുതുച്ചേരി ഉൾപ്പെടെ 10 സീറ്റുകൾ കോൺഗ്രസിനും നൽകിയിട്ടുണ്ട്. അതിനിടെ കഴിഞ്ഞ ദിവസം NDA സഖ്യത്തിലെത്തിയ നടൻ ശരത് കുമാറിന്റെ പാർട്ടിയായ സമത്വ മക്കൾ കക്ഷി BJPയിൽ ലയിച്ചു. ചെന്നൈയിൽ നടത്തിയ പരിപാടിയിലാണ് ലയനം പ്രഖ്യാപിച്ചത്. ചെറിയ പാർട്ടികളെ സഖ്യത്തിലെത്തിക്കാനുള്ള ശ്രമം BJP തുടരുകയാണ്. പാട്ടാളി മക്കൾ കക്ഷിയുമായുള്ള ചർച്ച ഇനിയും എങ്ങും എത്തിയിട്ടില്ല. മുൻ മുഖ്യമന്ത്രി O. പനീർശെൽവവും BJPയുമായി ചർച്ചകൾ നടത്തുന്നുണ്ട്. 24 ചെന്നൈ. ഹരിയാന മുഖ്യമന്ത്രിയായി നയാബ് സിംഗ് സൈനി സത്യപ്രതിജ്ഞ ചെയ്തു. 5 MLAമാരും മന്ത്രിസ്ഥാനത്തേക്ക് സത്യപ്രതിജ്ഞ ചെയ്തു. രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ മുൻ മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖട്ടറും പങ്കെടുത്തു. JJPയുടെ 4 വിമത MLAമാരും ചടങ്ങിൽ പങ്കെടുത്ത് സൈനിക്ക് പിന്തുണ നൽകി. രാജിവെച്ച മനോഹർ ലാൽ ഖട്ടർ ലോക്സഭയിലേക്ക് മത്സരിക്കും. മനോഹർ ലാൽ ഖട്ടർ രാജിവെച്ച മണിക്കൂറുകൾക്കുള്ളിലാണ് BJPയുടെ ഹരിയാന അധ്യക്ഷനും കുരുക്ഷേത്രയിൽ നിന്നുള്ള ലോക്സഭാ MPയുമായ നയാബ് സിംഗ് സൈനി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. ഹരിയാന ഗവർണർ ബന്ദാരു ദത്താത്രേയ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. BJP MLAമാരായ കൻവർപാൽ ഗുജ്ജർ, മൂൽചന്ദ് ശർമ്മ, ജയപ്രകാശ് ലാൽ, ബൻവാരി ലാൽ, സ്വതന്ത്ര MLAയായ രഞ്ജിത് സിംഗ് എന്നിവരും മന്ത്രിസ്ഥാനത്തേക്ക് സത്യപ്രതിജ്ഞ ചെയ്തു. BJP JJP സഖ്യം തകർച്ചയുടെ വക്കിൽ നിൽക്കെ JJPയിൽ 4 MLAമാർ സൈനിയെ പിന്തുണച്ചു. ലോക്സഭാ സീറ്റുകളിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് ഇരു പാർട്ടികളും തീരുമാനിച്ചിട്ടുണ്ടെന്ന് മുൻ മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖട്ടർ പ്രതികരിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജന ചർച്ചകളിലെ അഭിപ്രായ ഭിന്നതയാണ് സഖ്യത്തിന്റെ തകർച്ചയിലേക്ക് വഴിവെച്ചത്. ഖട്ടർ സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരം മൂർച്ഛിച്ചതും നേതൃമാറ്റത്തിന് കാരണമായി എന്നാണ് വിവരം. മനോഹർ ലാൽ ഖട്ടറിന് ലോക്സഭാ സീറ്റ് നൽകിയേക്കും എന്നും സൂചനകളുണ്ട്. 24 ഡൽഹി. ഇതോടെ ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.